നമസ്കാരം. നമ്മുടെ പറളി പഞ്ചായത്തിലെ ബോർഡ് മീറ്റിങ്ങിൽ തീരുമാനിച്ചതിൽ നിന്ന് പുതിയ പ്രോജക്റ്റ് DPC അംഗീകാരത്തിന് വേണ്ടി തയ്യാറാക്കിയെന്ന് പറഞ്ഞിട്ട് ഇവർ ലിസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഈ ലിസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ ആദ്യത്തെ ഫസ്റ്റ് തന്നെ ഒരു പ്രോജക്റ്റ് ഇവർ വെച്ചിട്ടുണ്ട്. വീട്ടുവളപ്പിൽ പച്ചക്കറി കൃഷി ചെടിച്ചട്ടി വിതരണം. ഇതിൽ 2,70,70,000 രൂപയാണ് പറളി പഞ്ചായത്ത് നമ്മുടെ ബോർഡ് മീറ്റിങ്ങിൽ തീരുമാനിച്ചിട്ട് വകയിരുത്തിയിരിക്കുന്നത്. 2,70,70,000 രൂപ. അപ്പോൾ ഈ 2,70,70,000 രൂപ എന്ന് പറയുന്നത് വീട്ടുവളപ്പിൽ പച്ചക്കറി കൃഷി ചെടിച്ചട്ടി വിതരണം. ഈ രണ്ടും എനിക്ക് തോന്നുന്നു കർഷകർക്ക് വിത്ത് കൊടുക്കലും ചെടിച്ചട്ടി കൊടുക്കലുമായിരിക്കും. ഇതിൽ അഴിമതി നടത്താനുള്ള സാധ്യത ഉണ്ട്. ഈ പദ്ധതിയെ നിങ്ങൾ ഉപേക്ഷിക്കണം. ഇത് ഉപേക്ഷിച്ചിട്ട് ഇത് അഴിമതി നടത്താനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കർഷകരുടെ പേരും പറഞ്ഞിട്ട് രാഷ്ട്രീയക്കാരുടെ നിങ്ങൾ ഇത് അടിച്ചു മാറ്റാനുള്ള തന്ത്രമാണിത്. ഇതിൽ അതിശക്തമായിട്ട് എതിർപ്പ് അറിയിക്കുന്നത്. കാരണം ഇത് 2,70,70,000 രൂപ ചെലവാകില്ല. ഇതിൻ്റെ പകുതി പോലും നിങ്ങൾ ചെലവ് ചെയ്യില്ല. ബാക്കിയുള്ളത് ഇതിൽ മുൻപന്തിയിലുള്ളവരുടെ ഫുഡ് അടിക്കാനായിട്ട് പോകും. അങ്ങനെ പൊതുജനങ്ങളുടെ നികുതി പൈസ എടുത്ത് നിങ്ങൾ അഴിമതി നടത്തേണ്ട. ഇതിന് പകുതി പൈസ പോലും വേണ്ട. ഞങ്ങൾ ഒരു സജഷൻ പറയട്ടെ. പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഒരു സജഷൻ പറയട്ടെ. ഇതിൻ്റെ പകുതി പൈസ മതി. 10ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ അതാത് വാർഡുകളിൽ വീട്ടുതോട്ടം ഉണ്ടാക്കാനായിട്ട് അവർക്ക് വിത്ത് നിങ്ങൾ കൊടുക്കുക. ഇത് ചെടിച്ചട്ടി നിങ്ങൾ അവർക്ക് കൊടുക്കുക. അല്ലെങ്കിൽ ക്രോ ബാഗ് നിങ്ങൾ കൊടുക്കുക. ക്രോ ബാഗ് കൊടുത്തിട്ട് അവരെ വീട്ടിൽ കൃഷി ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യുക. അവരെ എൻകറേജ് ചെയ്തിട്ട് ഓരോരോ വർഷവും വാർഡിൻ്റെ മെമ്പർ, ഈ കൃഷിഭവനിലിരുന്ന് ഒരു ഉദ്യോഗസ്ഥൻ, സാമൂഹിക പ്രവർത്തകർ, ഇവരെല്ലാവരും ഓരോരോ വാർഡിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര കുട്ടികളാണ് വീട്ടു കൃഷി ചെയ്തിരിക്കുന്നത്, വീട്ടുതോട്ടം ഉണ്ടാക്കിയിട്ട് കൃഷി ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കേ. അതിലിരുന്ന് കുട്ടികളെ തിരഞ്ഞെടുത്തിട്ട് വർഷത്തിൽ ഒരു പ്രാവശ്യം കല്യാണ മണ്ഡപത്തിന് ഈ എല്ലാ കുട്ടികളെയും നമ്മുടെ പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന സ്കൂൾ കുട്ടികളെ എല്ലാവരെയും വിളിച്ചിട്ട് എല്ലാവർക്കും മുന്നിൽ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ, അതായത് നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ നിങ്ങൾ എൻകറേജ് ചെയ്യുക, ആകർഷിക്കുക, കൃഷിയിൽ ആകർഷിക്കുക. അതാണ് യുവതലമുറയ്ക്ക് കൊടുക്കേണ്ട പാഠം. അല്ലാതെ ഇതുമാതിരി നിങ്ങൾ ഈ 2,70,70,000 രൂപ കർഷകരുടെ പേരും പറഞ്ഞിട്ട് ഇത് അഴിമതി കാണിക്കാനുള്ള തന്ത്രമാണ്. ഈ തന്ത്രപ്പാടിൽ നിന്ന് നിങ്ങൾ പിന്മാറണം. എല്ലാ മെമ്പർമാരോടും വിനീതമായി അപേക്ഷിക്കുന്നത്, കോൺഗ്രസ് ആകട്ടെ, BJP ആകട്ടെ, CPM ആകട്ടെ, ഇനിയും നിങ്ങൾ അഴിമതിക്ക് കൂട്ടു നിൽക്കരുത്. അല്പമെങ്കിലും ജനങ്ങളിൽ